താരീഖിൻ്റെ ചോദ്യ പേപ്പർ ഉത്തര സഹിതം ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ ഷാജഹാൻ, കുതുബുദ്ദീൻ ഐബക്ക്, വാഴക്കാട്, ജുമാദുൽ ലുഖ്റ, ജന്നത്തുൽ ബഖീ, ഷഅബാൻ, കൊച്ചി എന്നിങ്ങനെയുണ്ട്. ഒന്ന്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം ഏതാണ്? മാസമായിട്ട് ഇതിൽ ഷഅബാനാണ് കൊടുത്തിട്ടുള്ളത്, അത് തന്നെയാണ്. രണ്ടാമത്തത്, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം ജുമാദൽ ഉഖറയാണ്. മൂന്നാമത്തത്, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ജന്നത്തുൽ ബഖീൽ. കണ്യത്ത് അഹ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ്? വാഴക്കാട്. അഞ്ചാമത്തത്, ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ഷാജഹാനാണ്. ആറാമത്തത്, കുതുബ് മിനാർ നിർമ്മിച്ചത് കുതുബുദ്ദീൻ ഐബക്കാണ്. ആ പേരിനോട് തന്നെ സാമ്യമുണ്ട് ഉത്തരവുമായി. ഏഴാമത്തത്, മഖ്ദൂം ഒന്നാമൻ്റെ ജനന സ്ഥലം കൊച്ചിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്താം. മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിച്ചിട്ട് അതിനോട് യോജിച്ചു വരുന്നത് ഏതാണെങ്കിൽ അതിന് നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. ഒന്ന്, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് 1932, 36, 23. നമുക്കറിയാം 1932 ശരി. മഖ്ദൂം രണ്ടാമൻ രചിച്ചതാണ് അൽ അദ്കിയ എന്ന ഗ്രന്ഥം, ഫതുൽ മുഈൻ എന്ന ഗ്രന്ഥം, ഫതുൽ മുബീൻ. മാറിപ്പോവരുത്. ഫതുൽ മുബീനും ഫതുൽ മുഈനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഫതുൽ മുഈൻ കൃത്യമായി മനസ്സിലാക്കുക. മൂന്നാമത്തത്, അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജ്റ 46, ഹിജ്റ 24, ഹിജ്റ 64. 4, അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം എന്നാണ്? ഹിജ്റ 132, ഹിജ്റ 136, ഹിജ്റ 133, ഹിജ്റ 132 ശരി. അഞ്ചാമത്തത്, ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഏതാണ്? ഖൈബർ, ജമൽ, യർമൂക്ക്. ജമൽ യുദ്ധമാണ്. 6, സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം മദീന, ബസറ, അതീഖാണ്. മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കാം. ഒന്ന്, ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണ്? അലി എന്നവരാണ്. 2, മമ്പുറം തങ്ങളുടെ ജനന വർഷം 1166. 3, മഖ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം എവിടെയാണ്? ചോമ്പാലയിലാണ്. 4, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ? ചൊക്ലിയിലാണ്. 5, അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനന സ്ഥലം വാളക്കുളമാണ്. 6, ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചു വെക്കണം. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. 2, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനസ്ഥലം ഏത്? മദീന. 3, അശറത്തുൽ മുബശറയിൽ നിന്ന് അവസാനം വഫാത്തായത് ആര്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4, പിതാവിൻ്റെ ദുആ കാരണം ഇസ്ലാമായത് ആര്? സഈദ് റളിയല്ലാഹു അൻഹു. 5, ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി ആര്? സുബൈർ ബിൻ അവ്വാൻ റളിയല്ലാഹു അൻഹു. 6, ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത്? ഉഹുദ് യുദ്ധമാണ്. 7, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ. 8, ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത്? കുതുബ് മിനാരം. 9, അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ? ധർമ്മടം. 10, ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. 11, മുർഷിദ് തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര്? മഖ്ദൂം ഒന്നാമൻ. 12, സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബനാമം എന്ത്? ബനു അസദ്. എന്നിങ്ങനെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. 1-2 തവണ നമ്മൾ ഇത് കേട്ടാൽ തന്നെ നമ്മൾ അത് പഠിക്കുന്നതാണ്. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യം നോക്കുകയാണ്. അഞ്ചാമത്തത് വ്യക്തമാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു രചിച്ച 3 കിതാബുകൾ. അദ്ദേഹം രചിച്ച 3 കിതാബുകളെ പേര് എഴുതി കൊടുത്താൽ മതി. നഫായിസു ദുറർ, മഖാസിദു നിക്കാഹ്, ഉസൂൽ ദബ്ഹ്. രണ്ടാമത്തത്, ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഖിലാഫത്തു റാഷിദ, ഖിലാഫത്ത് അമവിയ, ഖിലാഫത്ത് അബ്ബാസിയ, ഖിലാഫത്ത് ഉസ്മാനിയ എന്നിങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. മൂന്നാമത്തത്, ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹിക ഗുണങ്ങൾ, പൊതുവായിട്ടുള്ള സാമൂഹിക നന്മ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാന്യമായ വേഷവിധാനം,
മഹത്തായ ജീവിതശൈലി, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണണം. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായും വരും എന്നുള്ള കാര്യം ഉറപ്പ്. ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകം ഷോർട്ട് നോട്ടുകളുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 50 രൂപ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പിൽ അയച്ചാൽ ഉടനെ തന്നെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ അയച്ച പൈസ തിരികെ അയക്കുകയും ചെയ്യും. ഓരോ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ടുകൾക്ക് കൂടെ താരീഖിലെ പ്രധാനപ്പെട്ട ഹിജ്റ വർഷങ്ങൾ അടങ്ങിയ ഒരു PDF-ഉം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ വന്ന ആയത്ത്, ഹദീസ് ഇവകളുടെ അറബിയും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടന്ന പരീക്ഷകളുടെ ഉത്തരങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറുകളുടെ PDF എല്ലാം ഉണ്ടാകും. എല്ലാറ്റിനും കൂടെ 50 രൂപയാണ്. ആവശ്യക്കാർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്.